2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. വെള്ളിയാഴ്ച ഹൈദരാബാദ് ഹൗസിൽ നടക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കും. ഇന്ത്യയുടെ GDP പ്രവചനം ഉയർത്തി ഫിച്ച് റേറ്റിംഗ്സ്. ഉയർന്ന ഉപഭോക്തൃ ചെലവ്, GST പരിഷ്കാരങ്ങൾ എന്നിവ കാരണം 2026 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP പ്രവചനം 6.9% നിന്നും 7.4%-ആയാണ് ഉയർത്തിയത്. ഇൻഡിഗോയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. 150 സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് കമ്പനിയുടെ വിശദീകരണം. PM കിസാൻ ആനുകൂല്യം അനർഹർ കൈപ്പറ്റിയതായി കണ്ടെത്തി. ഇതിൽ 416.75 കോടി രൂപ കേന്ദ്രം തിരിച്ചുപിടിച്ചു. കേരളത്തിൽ 7694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം വാങ്ങിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,950 രൂപയും പവന് 95,600 രൂപയുമായി.